വേനൽക്കാലത്ത് നമ്മുടെ ശരീരം പോലെയല്ല മഴക്കാലത്തെ നമ്മുടെ ശരീരം. എന്താ വ്യത്യാസം? വേനൽക്കാലത്തെ ശരീരവും മഴക്കാലത്തെ ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് മഴക്കാലത്ത് തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് വിയർപ്പ് കൂടും. ഇല്ല, വിയർപ്പ് കുറയും. വെള്ളം കുടി, ദാഹം കുറയും. ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട്. മഴക്കാലമായാലും വേനൽക്കാലമായാലും ശൈത്യകാലമായാലും ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട്. പക്ഷേ മഴക്കാലത്തും ശൈത്യകാലത്തും ജലനഷ്ടം അധികം നടക്കാത്തത് കൊണ്ട് വേനൽക്കാലത്ത് കുടിക്കേണ്ട അത്രയും വെള്ളം കുടിക്കേണ്ടതായി വരുന്നില്ല. വിശപ്പ് എങ്ങനെയാണ്? മഴക്കാലത്ത് വിശപ്പ് കൂടുക ചെയ്യുക. കൂടുതൽ ചൂട് ശരീരം പുറപ്പെടുവിക്കണം. തണുപ്പിനെ പ്രതിരോധിക്കാൻ ബോഡി തെർമൽ ഇഫക്റ്റ് കൂടുതൽ വേണ്ടി വരും. അതിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടതായി വരും. അതുകൊണ്ട് വേനൽക്കാലത്തെ ശീലങ്ങൾ മഴക്കാലത്തും തുടർന്നാൽ ശരിയാവില്ല. കാലാവസ്ഥ അനുസരിച്ച് ഋതുചര്യകൾ, അതിൽ ലോകത്തിന് മാതൃക നമ്മുടെ ആയുർവേദ ആചാര്യന്മാരാണ്. ദിനചര്യകളുണ്ട്, ഋതുചര്യകളുണ്ട്. വേനൽക്കാലത്ത് കഴിക്കേണ്ട ആഹാരങ്ങളല്ല തണുപ്പ് കാലത്ത് കഴിക്കേണ്ടത്. തണുപ്പ് കാലത്ത് കഴിക്കേണ്ട ആഹാര സാധനങ്ങളല്ല മഴക്കാലത്ത് കഴിക്കേണ്ടത്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ ആഹാരപാനീയങ്ങളിൽ, നമ്മുടെ ഉറക്കം, കിടക്കുന്ന മുറി, നമ്മുടെ ജീവിതത്തിന് തന്നെ താളം നമ്മൾ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കണം. ആ താളം, പ്രകൃതിയുടെ താളം തിരിച്ചറിയാതെ അതിനനുസരിച്ച് നമ്മളെ ട്യൂൺ ചെയ്തെടുക്കാതെ എല്ലാ പാട്ടിനും ഒരേ താളത്തിൽ കൊട്ടിയാൽ മതിയോ? രാഗം അനുസരിച്ച്, പാട്ടനുസരിച്ച് കൊട്ടും മാറ്റണം, താളം മാറ്റണം. അതല്ലാതെ വന്നാൽ ഒരു പാട്ടിന് താളമായിരിക്കുന്നത് അടുത്ത പാട്ടിന് താളപ്പിഴയായിട്ട് മാറും. ഇതാണ് ഈ മഴക്കാലത്തെ രോഗകാലമായി ചിത്രീകരിക്കുന്നതിൻ്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. 50 കൊല്ലത്തിന് മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ ശരീരം, ആരോഗ്യം, ആ ആരോഗ്യമാണോ ഇന്നുള്ളത്? 100 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ പുരോഗമിക്കുകയാണ്, വികസിക്കുകയാണ്. പക്ഷെ ആരോഗ്യം ക്ഷയിക്കുകയാണ്. കുറഞ്ഞാ വരണത്. കാരണം എന്താ? ഉപയോഗിക്കുന്നില്ല. ചലഞ്ചുകൾ ശരീരത്തിന് കുറഞ്ഞു. അപ്പോൾ അതിനെ നേരിടേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ഓട്ടക്കാരനെ വിറക് വെട്ടാൻ ഏൽപ്പിച്ചാൽ വിറക് വെട്ടുന്നവനെ ഓട്ടക്കാരൻ്റെ ഓട്ടം ഓടാൻ ഏൽപ്പിച്ചാൽ നടക്കുമോ? പ്രയാസമുണ്ട്. ഓട്ടക്കാരന് മസിലുകൾക്ക് ബലമുള്ളത് കാലുകൾക്കാണ്. വിറക് വെട്ടി ശീലിച്ചവന് കരങ്ങൾക്കാണ്. അവനെ ഓടാൻ പറഞ്ഞാൽ ഓട്ടക്കാരൻ സുഗമമായിട്ട് ഓടുന്നത് പോലെ വിറക് വെട്ടുന്നവന് ഓടാൻ പറ്റത്തില്ല. വിറക് വെട്ടുന്നവന് നിന്ന് മണിക്കൂറുകൾ വിറക് വെട്ടുന്നത് പോലെ ഓട്ടക്കാരന് ഓടാൻ പറ്റും, വിറക് വെട്ടുന്നവന് അത് ഓടാൻ പറ്റില്ല. പക്ഷെ ഓട്ടക്കാരന് വിറക് വെട്ടലും നടക്കുകയില്ല. കുറച്ച് ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ ആ മസിലുകളെല്ലാം ശരീരം ശക്തിപ്പെടുത്തി വന്നാൽ അവനും അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശീലമനുസരിച്ചാണ്, ആവശ്യമനുസരിച്ചാണ് ശരീരത്തിൽ ഏത് അവയവങ്ങൾക്കാണ് ശക്തി കൂടുതൽ വേണ്ടത് എന്ന് ശരീരം തീരുമാനിക്കുന്നത്. അതിനൊക്കെ ശരീരത്തിലൊരു ഉന്നത കൂടിയാലോചനാ സമിതിയുണ്ട്. നമ്മൾ കരുതുന്ന പോലെ നമ്മുടെ ശരീരം ഒരു വിഡ്ഢിയല്ല. ഏത് മാംസപേശികൾക്ക് കൂടുതൽ ബലം കൊടുക്കണം ശരീരത്തിന് അറിയാം.
തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ജോലി? ഒരു ദിവസം ഏറ്റവും കൂടുതൽ എന്താ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ട്രോളി തള്ളലാണ്. സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും ആവട്ടെ, ട്രോളി തള്ളലാണ്. അയാളത് മണിക്കൂറുകളോളം ഒരു പ്രയാസമില്ലാതെ തള്ളിക്കൊണ്ടിരിക്കും. നമ്മളോട് തള്ളാൻ പറഞ്ഞാൽ ഒരമണിക്കൂറാകുമ്പോൾ നമ്മളാകെ വശം കെട്ടുമെന്ന് വരും. അല്ലെങ്കിൽ എന്താ ജോലി? കളിമണ്ണ് പാത്രം ഉണ്ടാക്കലാണ്. തോളിലും നെയ്ത്താണ്. ഓരോ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ ജീവിതം നേരിടുന്ന വെല്ലുവിളി അനുസരിച്ച്, ഇപ്പോൾ ആദിവാസികളോടൊപ്പം നമ്മൾ കാട്ടിൽ പോവുകയാണെങ്കിൽ അവർ പറഞ്ഞു പറയും, ആനയുണ്ട്, ആന ചൂര് വരുന്നുണ്ട്. നമുക്കൊരു ചൂരും വന്നിട്ടില്ല. നമ്മുടെ മൂക്കിന് അത്രയേറെയുള്ള ഘ്രാണശക്തി ഇല്ല. ഇത് അവരുടെ ജീവിതത്തിലുള്ളൊരു വലിയ പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ് ആന. അതുകൊണ്ട് ഈ ആനയുടെ മണം അവൻ തിരിച്ചറിയാനുള്ള കഴിവ് അവൻ്റെ മൂക്കിന് പ്രത്യേകമായിട്ടില്ല എങ്കിൽ അവൻ്റെ നിലനിൽപ്പിന് പ്രയാസമാണ്. ഇത് നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം ഏത് വഴിയിലൂടെയാണോ അതിനനുസരിച്ച് ശാരീരികവും മാനസികവുമായ കരുത്ത് നമുക്ക് തരും. ചില ആളുകൾ കോഴിയെ കൊല്ലുന്ന ചോര കണ്ട അവിടെ തലറങ്ങി വീഴും. ചില ആളുകൾ ലാബിൽ രക്തം എടുക്കുന്നത് കണ്ട തലകറങ്ങി വീഴും. പക്ഷെ കോഴിയെ കൊല്ലുന്നവനും വല്ലൊരു വിഷയമാണോ? അവരിങ്ങനെ മെഷീൻ പോലെ കൊന്നുകൊണ്ടേ ഇരിക്കും. അവൻ വർത്താനം പറയും, ചിലപ്പോൾ തമാശ പറയും, ED റെയ്ഡ് നടത്തിയതിനെ കുറിച്ച് പറയുന്നതിനിടയിൽ 10 കോഴിയുടെ തലയെങ്കിലും അവൻ വെട്ടി മാറ്റിയിട്ടേക്കും. ഒരു പ്രശ്നമില്ല. എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ ഇതുപോലെ ചോര കണ്ടാൽ തല ഇറങ്ങി വീഴുന്നവനായിരിക്കും. അവൻ ഗൾഫിൽ പോയി, നല്ല ജോലി എന്നൊക്കെ പറഞ്ഞാൽ പോയത്. ചെന്ന് കഴിഞ്ഞ് കിട്ടിയത് കോഴിക്കടയിലാണ് ജോലി. ചോര കണ്ടാൽ തലറങ്ങി വീണു. ആദ്യത്തെ ദിവസം അവൻ തലറങ്ങി വീണു. രണ്ടാമത്തെ ദിവസം അവൻ ആകെ പ്രയാസമായി, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കുന്നു, ആകെ കൂടിയാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനൊരു വിദഗ്ധ കോഴിവെട്ടുകാരനായി. എല്ലാ പ്രയാസവും അത് ജീവിതം നേരിടുന്ന പ്രതിസന്ധികൾക്കനുസരിച്ച് ക്രമപ്പെടുത്താൻ, മനസ്സിനെയും ശരീരത്തെയും ക്രമപ്പെടുത്താൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില തീരുമാനങ്ങൾ, നടപ്പാക്കലുകളൊക്കെ നടക്കുന്നുണ്ട്.